ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കുമായിട്ടാണ്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കാത്ത ഒരു ഡെലീഷ്യസ് കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ബേക്കിംഗ് പൗഡർ ചേർക്കാണ്ട് എങ്ങനെയാണ് ഒരു കേക്ക് സോഫ്റ്റ് ആവുക എന്നല്ലേ? നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന്. അതിനായി ഞാൻ ബൗളിൽ 150 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. അതൊന്ന് മൈക്രോവേവിൽ 1 മിനിറ്റ് വെച്ച ശേഷം മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി മെൽറ്റ് ചെയ്ത ബട്ടറിലോട്ട് ഞാൻ പൊടിച്ച് അരിച്ചെടുത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്, 1 കപ്പ്. അത് നല്ലവണ്ണം ബട്ടറിൽ യോജിപ്പിച്ചെടുക്കണം. അതിനായി ഒരു 40 സെക്കൻഡോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു. ഇത് നന്നായി തന്നെ യോജിച്ചു വന്നു. അതിനുശേഷം ഒരു ഡയറി മിൽക്കിൻ്റെ 90 ഗ്രാം പാക്കറ്റാണ് ഞാൻ എടുത്തത്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച ശേഷം നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. മൈക്രോവേവിൽ 1 മിനിറ്റാണ് ഞാൻ വെച്ചത്. അതിനുശേഷം 2 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഈ വിസ്ക് മാത്രമാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത്. ഇത് 1 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. കേക്ക് ബേക്കിങ്ങിൻ്റെ ഓരോ സ്റ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മളത് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ലവണ്ണം മെൽറ്റായി കിട്ടി. അതിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല, ഇത് നല്ല ചൂടുണ്ട്. കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിലായ ശേഷം നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഇപ്പോൾ. ഇനി 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇത് മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടി ഒന്ന് നമുക്ക് അരിച്ച് ഈ ബൗളിലോട്ട് ചേർക്കാം. ഇനി ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതുകൂടി ഒന്ന് നല്ലവണ്ണം യോജിപ്പിക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർക്കുന്നുണ്ട്. ഒരു ബീറ്റർ ഉപയോഗിച്ച് നല്ലവണ്ണം യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇത് 350 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത അവനിൽ 1/2 മണിക്കൂർ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതൊഴിച്ച ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം. ഇതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് പോവാനാണത്. 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് കേക്ക് തയ്യാറാക്കി കിട്ടി. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഞാൻ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസ് എല്ലാം ഇവിടെ പ്രയോഗിക്കാം കേട്ടോ. ഞാൻ അതിന് മുകളിലായി കുറച്ച് പഞ്ചസാര ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പൊടിച്ച പഞ്ചസാര. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് പേൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൂടി മുകളിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ ഈ കേക്ക് തയ്യാറായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. Stay safe, stay healthy. Thank you.